Next, Laplace transform 4. That is Laplace transform derivatives, integrals, and differential equations. നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കാണാൻ പഠിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്. അത് കഴിഞ്ഞ് എഫ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ പഠിച്ചു. എഫ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അത് എഫ് ഓഫ് ടി. എഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ്, അത് നമ്മൾ പല മെത്തേഡിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എഫ് എസിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ പഠിച്ചു. അത് മെയിൻലി അത് പാർഷ്യൽ ഫ്രാക്ഷനും ചില മെത്തേഡുമാണ്. അപ്പൊ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ പഠിച്ചു, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ പഠിച്ചു. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവിന് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഫസ്റ്റ് ഫോർമുല എൽ ഓഫ് എഫ് ഡാഷ് ടി. എഫ് ഡാഷ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ടി മൈനസ് എഫ് ഓഫ് സീറോ. ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ടു ഡാഷ് ടി, സെക്കൻഡ് ഡെറിവേറ്റീവിന് ലാപ്ലേസ് ട്രാൻസ്ഫോം. ദാറ്റ് ഈസ് എഫ് സ്ക്വയർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ടി മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് സീറോ മൈനസ് എഫ് ഡാഷ് സീറോ. Then Laplace transform of f3 dash t, third derivative Laplace transform, that is f cube into L of f t minus s square into f of 0 minus s into f dash 0 minus f2 dash 0. Then generally nth derivative in the Laplace transform എൽ ഓഫ് എഫ് എൻ ടി, അത് കാണാനായിട്ട് എഫ് പവർ എൻ, ഈ എൻ ഇവിടെ എഴുതുക, എഫ് പവർ എൻ, എന്നിട്ട് എഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അത് കഴിഞ്ഞ് മൈനസ് എസ് പവർ എൻ എഴുതി, ഇനി എസ് പവർ എൻ മൈനസ് വൺ എഴുതുക, എഫ് സീറോ, എഫ് സീറോ, ഇനി എൻ മൈനസ് വൺ കഴിഞ്ഞ് എസ് പവർ എൻ മൈനസ് ടു എഴുതുക, എഫ് ഡാഷ് സീറോ. അങ്ങനെ എഴുതി അവസാനം അപ്പം ഇവിടെ നമ്മൾ മൈനസ് എഫ് എൻ മൈനസ് 10, ഇവിടെ എൻ ആകുമ്പോൾ ഇവിടെ എൻ മൈനസ് 1, ഇവിടെ 3 ആകുമ്പോൾ ഇവിടെ 2, ഇവിടെ 2 ആകുമ്പോൾ ഇവിടെ 1, ഇവിടെ 1 ആകുമ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇതാണ് ഈ ഫോർമുല പഠിക്കണം. ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. യെസ്, എക്സാമ്പിൾ 1, എൽ ഓഫ് സൈൻ സ്ക്വയർ ടി. അപ്പൊ നമ്മൾ എഫ് ടിനെ സൈൻ സ്ക്വയർ ടി ആയിട്ട് എടുക്കുക. എഫ് ടി ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി. ദെൻ എഫ് ഡാഷ് ടി, സൈൻ സ്ക്വയർ ടിയുടെ ഡെറിവേറ്റീവ്, എഫ് ഡാഷ് ടിയുടെ ഡെറിവേറ്റീവ് 2 സൈൻ ടി കോസ് ടി ആണ്. That is sin 2t, f dash t equal to sin 2t. Then L of f, formula ചോദിച്ച് L of f dash t, L of f dash t, L of f dash t യുടെ നമ്മളുടെ L of f dash t യുടെ ഡെറിവേറ്റീവ് ഇതാണ് L of f dash t യുടെ ഡെറിവേറ്റീവ്. അത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. L of f dash t യുടെ ഡെറിവേറ്റീവ് f dash t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇതാണ് ഫോർമുല. ദിസ് ഫോർമുല അതനുസരിച്ച് എൽ ഓഫ് എഫ് ഡാഷ് ടി, എഫ് ഡാഷ് ടി എന്ന് പറഞ്ഞാൽ സൈൻ 2t ആണ്. എൽ ഓഫ് സൈൻ 2t ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ടി മൈനസ് എഫ് സീറോ. എഫ് സീറോ എന്ന് പറഞ്ഞാൽ എഫ് ടി സൈൻ സ്ക്വയർ ടി ആണെങ്കിൽ എഫ് ഓഫ് സീറോ സൈൻ സ്ക്വയർ സീറോ, സീറോ ആണ്. അപ്പൊ എഫ് ഓഫ് സീറോ എൽ ഓഫ് സൈൻ 2t ഈക്വൽ ടു this. നമുക്കറിയാം എൽ ഓഫ് സൈൻ 2t 2 ബൈ എഫ് സ്ക്വയർ പ്ലസ് 4 ആണ്. അപ്പം എൽ ഓഫ് സൈൻ 2tയുടെ 2 ബൈ എഫ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ടി.
ഇതാ ഇത് കിട്ടി. എസ് സ്ക്വയർ എസ് കൊണ്ട് 2 ഡിവൈഡ് ചെയ്യുക. അപ്പം 2/s²+4 L of ft. ftനെ നമ്മൾ സൈൻ സ്ക്വയർ ആയിട്ടാണ് എടുത്തത്. അപ്പം L of sin square t equal to 2 divided by s into s²+4. ഇതാണ് L of sin square t equal to 2 divided by s into s²+4. ഇത് നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിലാണെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് L of sin square t, sin square t-നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 1 - cos 2t/2 എന്ന് എഴുതും. അത് കഴിഞ്ഞിട്ട് ഈ 1/2 this is 1/2 cos 2t/2. L of 1/2ന്റെ 1/2 into L of 1 1/s ആണ്. 1/2 taking outside. L of cos 2t s/s²+4 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഇത് കിട്ടും. അപ്പൊ നമ്മൾ ഏത് മെത്തേഡ് ചെയ്താലും രണ്ട് മെത്തേഡ് ചെയ്താലും നമുക്ക് ഒരേ ആൻസർ ആണ് കിട്ടുന്നത്. നമ്മൾ ആദ്യത്തെ മെത്തേഡ് ചെയ്തു. ആദ്യത്തെ മെത്തേഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഈ വാല്യൂ കിട്ടി. രണ്ടാമത്തെ മെത്തേഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന അതേ വാല്യൂ തന്നെയാണ്. ഇത് കുറച്ചും കൂടി ഈസി മെത്തേഡാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. f'(t)യുടെ ഡെറിവേറ്റീവ് കാണാനായിട്ട്. f'(t)യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല ഇതാണ്. അപ്പൊ നമ്മൾ ഇത് കാണാനായി സൈൻ സ്ക്വയർ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനായിട്ട് സൈൻ സ്ക്വയർ ടിനെ ft ആയിട്ട് എടുക്കുക. f'(t) കാണുക. f'(t) sin 2t ആണ്. f'(t). അത് sin 2t. sin 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. അതുകൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ sin 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇവിടെയുള്ള ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയത്തില്ലെങ്കിൽ ഈ മെത്തേഡ് പറ്റൂല. അപ്പം L of sin 2t equal to 2/s²+4. ഇവിടെ ഇത് 0 ആണ്. f of 0 ആണ്. അപ്പൊ s into L of ft. എന്നിട്ട് s കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബോത്ത് സൈഡിൽ s കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ദാറ്റ് ഈസ് L of sin square t equal to 2 divided by s into s²+4. Next, example 2. Laplace transform of t sin 80. t sin 80 Laplace transform. Take ft equal to t sin 80. Then f0 equal to 0. f'(t) equal to sin 80 plus 80 cos 80. f'(0) also equal to 0. ഇവിടെ f'(t)യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് കാണാം. പക്ഷെ ഇത് f'(t)യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയത്തില്ലാത്തതുകൊണ്ട് f'(t) എടുക്കുക. f'(t) equal to ഇതിനെ ഒരു പ്രാവശ്യം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ f'(t) equal to this, that is equal to this. f'(t) equal to 2a cos 80 minus a square f of t. f of t a square t sin 80 f of t ആണ്. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. ഇവിടെ cos 80 ഉണ്ട്. അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാമെന്നുണ്ട്. നമ്മൾ ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല. ഇതിന്റെ അറിയാമെങ്കിൽ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തേനെ. അതറിയത്തില്ലാത്തതുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവിന് ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ദെൻ ഇവിടെ L of f'(t) എന്ന് പറഞ്ഞ ഇതാണ്. f'(t) equal to s square L of ft. f of 0 ആണ്. അത് 0. f'(0) is 0 ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് 2a taking outside, 2a into L of cos 80 minus a square into L of ft equal to a square L of ft. ഇത് 0 ആയിപ്പോയി. ഈ this a square റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക.
അപ്പം L of ft, ഈ L of ft യും ഈ L of ft യും ടേക്കിംഗ് ഔട്ട്സൈഡ്. അപ്പോൾ L of ft ഔട്ട്സൈഡ് കിട്ടുമ്പോൾ a square plus a square L of ft equal to 2a into L of cos 80. L of cos 80. This is equal to a square plus a square L of 50 into 2a into L of cos 80. L of cos 80 യുടെ Laplace transform cos 80 s by s square plus a square. S by s square plus s. ഇതിന്റെ നമുക്കറിയാം. അതുകൊണ്ടാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് വരുമ്പോൾ അപ്ലൈ ചെയ്തത്. ഇതറിയാം. Then L of ft equal to L of ft s square plus a square ഡിവൈഡ് ചെയ്യാം. അപ്പോൾ s square plus a square 2as divided by s square plus a square, that is f of t എന്ന് പറയുന്നത് t sin 80 ആണ്. That is L of t sin 80 equal to 2as divided by s square plus a square whole square. അപ്പോൾ നമ്മൾ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് അപ്ലൈ ചെയ്തത്. സെക്കൻഡ് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യാനുള്ള കാരണം ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഉപയോഗിച്ചത്. സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് നമ്മൾ ചെയ്തു. L of t sin 80 equal to 2as divided by s square plus a square whole square. Then ഈ മെത്തേഡിൽ തന്നെ നമുക്ക് എക്സാമ്പിൾ 3 L of t cos 80, Laplace transform t cos 80 equal to s square minus a square divided by s square plus a square whole square എന്ന് കിട്ടും. ഈ രണ്ട് ഫോർമുലയും സ്റ്റുഡൻസ് ബൈ ഹാർട്ട് പഠിക്കുന്നതാണ്. Laplace transform sin 80 t sin 80 equal to 2as divided by s square plus a square whole square and L of t cos 80 equal to s square minus a square divided by s square plus a square whole square. ഈ രണ്ട് ഫോർമുലയും കുട്ടികൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. Then next example 4. Inverse transform ആണ്. കഴിഞ്ഞ രണ്ട് എക്സാമ്പിൾ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ടായി. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം L inverse 1 by s square plus a square whole square. That is 1 by s square plus a square whole square നെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇത് 1 by ഇതിൽ നമ്മൾ ഇത് ഇവിടെ s square minus s square പോകും. പിന്നെ വരുന്നത് plus 2a square ആണ്. അത് ഇതുകൊണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. That is ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 by 2a square പുറത്തിട്ട് കഴിഞ്ഞാൽ ഇതിനെ s square plus a square divided by s square plus a square whole square കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും. ഇതിനെ നമ്മൾ s square plus a square ഇങ്ങനെ വരും. Then ഇൻവേഴ്സ് എടുക്കുക. L inverse 1 by s square plus a square whole square is equal to ഇത് ഇവിടെ എഴുതി ഇതിന്റെ L ഇൻവേഴ്സ് എടുക്കുക മൈനസ് 1 by 2a square പുറത്തെടുക്കുക. ഇതിന്റെ L ഇൻവേഴ്സ് ദാറ്റ് ഈസ് 1 by 2a square. ഇത് ഇവിടെ നമ്മൾ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും a കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ 1 by a ഇത് സൈൻ 80യുടെ ഇൻവേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഇതിന്റെ മൈനസ് 1 by 2a square എടുക്കുക. ഇത് നമ്മൾ ഇപ്പൊ ബൈ ഹാർട്ട് പിടിക്കാൻ പറഞ്ഞ പ്രോബ്ലം ആണ്. s square minus a square ഇതാ ഇതിന്റെ s square minus a squareന്റെ s square minus a square ഡിവൈഡ് ബൈ s square plus a square whole square ഇതിന്റെ ഇൻവേഴ്സ് ഇപ്പൊ നമ്മൾ ഇതാണ്. നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പം ഇത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ വാല്യൂ കിട്ടും. That is L inverse 1 by s square plus a square whole square equal to this result. ഇവിടെ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്.
ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തേനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിന് ഇത് കിട്ടി, രണ്ടാമത്തെ പാർട്ടിന് ഇത് കിട്ടി. ആദ്യത്തെ പാർട്ടിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് നമുക്കറിയാം. രണ്ടാമത്തെ പാർട്ടിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ഇപ്പൊ പഠിച്ച ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. ഹെൻസ് ദ റിസൾട്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ 5. L inverse s cube divided by s square plus a square all square. ഈ s ക്യൂബിനെ നമ്മൾ എസ് ക്യൂബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പം ഇവിടെ എസ് ക്യൂബ് ഇവിടുന്ന് കിട്ടും, പിന്നെ എ സ്ക്വയർ എസ് കുറച്ച് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇത് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മുകളിൽ നിന്ന് ഇങ്ങനെ ഇത് ഇങ്ങനെ കിട്ടി, ഇത് ഇങ്ങനെ വന്നു. എന്നിട്ട് എൽ ഇൻവേഴ്സ് കണ്ടു. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും എ സ്ക്വയർ പുറത്തെടുത്തു. ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കോസ് എ ടി മൈനസ് എ സ്ക്വയർ. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇവിടെ 2as ഇടണം. ഇവിടെ 2a ഇട്ട് കഴിയുമ്പോൾ 2a കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം. അപ്പൊ 2a കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 2as ഡിവൈഡ് ബൈ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇപ്പൊ നമ്മൾ പഠിച്ച ഫോർമുല അനുസരിച്ച് ഇതാണ്. That is, this is equal to this result. You get this result. Then Laplace transform of the integral of the function. Laplace transform of the integral of a function. Laplace transform of integral of a function. Theorem. Laplace transform of integral 0 to f of u du equal to 1 by s L of ft. That means ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് L of ft f of s ആണ്. L of 0 to t f of u du equal to 1 by s f of s. അതിന്റെ ഇതാണ് ഫോർമുല. പക്ഷെ ഇതിന്റെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ദിസ് കൊറോളറി എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് എഫ് ഓഫ് ടി ആണെങ്കിൽ 1 by s എഫ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് ഈ എഫ് ടിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എഫ് ടിക്ക് പകരം യു എഴുതുക, 0 to t ഇന്റഗ്രേറ്റ് ചെയ്യാം. വൺസ് മോർ, എഫ് എസിന്റെ ഇൻവേഴ്സ് എഫ് ടി ആണെങ്കിൽ 1 by s എഫ് എസിന്റെ ഇൻവേഴ്സ് എഫ് ടിയെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. 0 to ടിക്ക് പകരം യു എഴുതുക, 0 to t ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇനി 1 by s എഫ് എസിന്റെ കിട്ടും. ഇനി 1 by s square എഫ് എസിന്റെ ഇൻവേഴ്സ് കാണാനായിട്ട് ഇതിനെ ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ 1 by s square എഫ് ഓഫ് എസിന്റെ ഇന്റഗ്രൽ കിട്ടും. അതിനെ ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ 1 by s cube എഫ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് കിട്ടും. ഇതാണ് മെത്തേഡ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായിരിക്കും. എക്സാമ്പിൾ 6. ഫൈൻഡ് L ഇൻവേഴ്സ് ദിസ്. അപ്പം ഇവിടെ എസ് സ്ക്വയർ ആണുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എസ് ഇട്ടിട്ട് ഇത് കാണണം. അപ്പൊ അതിന് നമ്മൾ എടുക്കുന്നത് ഇതിനെയാണ് എഫ് ഓഫ് എസ് ആയിട്ട് എടുക്കുക. അതിനെ എടുക്കുക. അതിന്റെ ഇൻവേഴ്സ് നമുക്കറിയാം. അതിനെ എഫ് ഓഫ് എസ് ആയിട്ട് എടുക്കുക. അതിന്റെ ഇൻവേഴ്സ് എഫ് ഓഫ് ടി ആണ്. ഇതാണ് അതിന്റെ ഇൻവേഴ്സ് എഫ് ഓഫ് ടി. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സിനെ നമ്മൾ എഫ് ഓഫ് ടി എടുക്കുക. അതിന്റെ ഇൻവേഴ്സ് 1 by a sin 80 ആണ്. എഫ് ഓഫ് ടി 1 by a sin 80 ആണ്. ഇതാണ് എഫ് ഓഫ് ടി. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എഫ് ഓഫ് എസിന്റെ ഇതാണ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസിനെ ഇതാണ് എഫ് ഓഫ് എസ്. അതിനെ 1 by s എഫ് ഓഫ് എസ് കാണാനായിട്ട് ഇതിനെ
ഇന്റഗ്രേറ്റ് ചെയ്യുക. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ 1/s കിട്ടും. അപ്പൊ L ഇൻവേഴ്സ് 1/s 1/s² + a². ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0 to t fu. fu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ fu എന്ന് പറഞ്ഞാൽ 1/a sin au ആണ്. ft 1/a sin at ആണ്. അങ്ങനെയാണെങ്കിൽ fu 1/a sin au du ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇത് കിട്ടും. ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ഇതാണ് ഇതിന്റെ ഇൻവേഴ്സ്. അപ്പൊ നമ്മൾ ഇതിന്റെ ആദ്യം ഇതിനെ f(s) ആയിട്ട് എടുക്കുക. ഇതെടുത്തു. എന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് കണ്ടു. അതിന്റെ ഇൻവേഴ്സ് ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/a sin at ആണ്. 1/a sin at ആണ്. എന്നിട്ട് ഇത് കാണാനായി ഇതിന്റെ ഇൻവേഴ്സ് കാണാനായി അതിന്റെ ഇൻവേഴ്സ് കാണാനായി f(t) നെ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പം f(t) നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ റിസൾട്ട് കിട്ടി. അപ്പം ഇതിന്റെ ആണ് ഇത് നമ്മൾ. അപ്പൊ നമുക്ക് അത് കിട്ടി. ഇനി ഒരു പ്രാവശ്യം കൂടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്റ്റെപ്പ് 2, സെക്കൻഡ് സ്റ്റെപ്പില് നമ്മൾ ഇതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇതിനെ നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇതിനെ നമ്മൾ f(s) ആയിട്ട് എടുത്തു. അതിന്റെ ഇൻവേഴ്സ് ഇതാണ്. അതാണ് f(t). ഇനി ഈ f(t) നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് കിട്ടും. f(t) എന്ന് പറയുന്നത് ഇതാണ്. f(t) നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to t യിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 1/a² into 1 - cos au. ഇതിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന മെത്തേഡ് ഒന്നും കൂടെ കുട്ടികൾ ഓർത്തിരുന്നോണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ആദ്യം നമ്മൾ കാണേണ്ടത് ഇതിന്റെയാണ് ഇൻവേഴ്സ് കാണേണ്ടത്. അപ്പം ഇതിനെ f(s) ആയിട്ട് എടുക്കുക. അതിന്റെ ഇൻവേഴ്സ് കാണുക. അതിന്റെ ഇൻവേഴ്സ് കാണുക. ഇനി ഇതിന്റെ ഇൻവേഴ്സ്. ഇനി ഇതിനെ 1/s കൊണ്ട് ഡിവൈഡ് ചെയ്തതിന്റെ ഇൻവേഴ്സ് കാണാനായി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് ഇത് കിട്ടി. ഇനി ഈ സ്റ്റെപ്പ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇനി കാണുന്ന ഇതിന്റെയാണ്. അപ്പം ഇതിനെ നമ്മൾ f(s) ആയിട്ട് എടുത്തു. അതിന്റെ ഇൻവേഴ്സ് ഇതാണ്. അപ്പം ഇതിനെ 1/s കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഇൻവേഴ്സ് കാണാനായി ഇതിനെ 1/s കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുന്നത്. അതിന്റെ ഇൻവേഴ്സ് കാണാനായി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ടിയുടെ സ്ഥാനത്ത് യു എഴുതണം. ഇത് ഇവിടെ ടി ആണുള്ളത്, അവിടെ യു എഴുതുക. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 7. L inverse this. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റെപ്പ് 1-ൽ ഈ ഒരു s² സ്ഥാനത്ത് s ഇട്ടിട്ടാണ് ഇതിന്റെയാണ് ഇൻവേഴ്സ് കാണുന്നത്.
അപ്പോൾ ഇതിനെ നമ്മൾ എഫ് ഓഫ് എസ് ആയിട്ട് എടുത്തു. എഫ് ഓഫ് എസ് ആയിട്ട് ഇതിനെ എടുത്തു. അതിന്റെ ഇൻവേഴ്സ് കാണുക. ഈ എഫ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് കാണുക. ഇതിന്റെ ഇൻവേഴ്സ് കാണുക. അത് 2 സ്റ്റെപ്പായി നമ്മൾ അതിന്റെ ഇൻവേഴ്സ് കണ്ടു. അതിന്റെ ഇൻവേഴ്സിനെ നമ്മൾ ഇതാണ്. അതാണ് എഫ് ഓഫ് ടി. എഫ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി കിട്ടി. എഫ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് എഫ് ഓഫ് ടി കിട്ടി. എന്നിട്ട് നമ്മൾ ഇതിനെ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഇൻവേഴ്സ് കാണാനായി ഇതാണ്. എസ് കൊണ്ട് ഡിവൈഡ് ചെയ്തതിന്റെ ഇൻവേഴ്സ് കാണാനായിട്ട് ഈ എഫ് ടിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇതാണ് ഫോർമുല. എഫ് ഓഫ് എസിനെ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഇൻവേഴ്സ് കാണാനായിട്ട് എഫ് ടിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ടിയുടെ സ്ഥാനത്ത് യു ഇടുക. 0 to ടിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ ഈ ടിയുടെ സ്ഥാനത്ത് യു ഇടുക. 0 to ടിയിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ എഫ് ടി എന്ന് പറയുന്നത് ഇതാണ് എഫ് ടി. അപ്പൊ എഫ് ഓഫ് യു എന്ന് പറയുന്നത് ഇതാണ് എഫ് ഓഫ് യു ഡി യു. അതിനെ 0 to ടിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ഇതാണ് എൽ ഇൻവേഴ്സ് ദിസ്. ഇതിന്റെ ഇൻവേഴ്സ് നമുക്ക് അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് കിട്ടി. നമുക്ക് ഇതിന്റെയാണ് ഇൻവേഴ്സ് കാണണ്ടേ. അപ്പൊ ഇതിനെ ഒരു പ്രാവശ്യം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ടെക്നിക്കലി ഇതിനെ ഒരു പ്രാവശ്യം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ സ്റ്റെപ്പ് 2ൽ നമ്മൾ ഇതാണ് കാണുന്നത്. അപ്പോൾ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഇതാണ് എഫ് ഓഫ് എസ്. അതിന്റെ ഇൻവേഴ്സ് നമുക്കറിയാം. അതിന്റെ ഇൻവേഴ്സ് ഇതാണ്. അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് കാണാനായി, ഇതിന്റെ 1/s ഇൻവേഴ്സ് കാണാനായി ഈ എഫ് ഓഫ് ടിനെ വിത്ത് ടിയുടെ സ്ഥാനത്ത് എഫ് യു ഇട്ടിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താണ്. അപ്പം ഇതിനെ ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കിട്ടും. ദാറ്റ് ഈസ് 1/s² s+1 ഡിവൈഡ് ബൈ s²+1ന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഇത്. വൺസ് മോർ ഇവിടെ നമ്മൾ ചെയ്ത മെത്തേഡ് ഇതിന്റെ ഇൻവേഴ്സ് കാണാനായി ആദ്യം ഈ ഒരു 2 എഴുതായിട്ട് ഇത് കാണും. ഇതിനെ നമ്മൾ ഇതിന്റെയാണ് കാണേണ്ടത്. ഇതിനെ നമ്മൾ എഫ് ഓഫ് എസ് ആയിട്ട് എടുക്കും. ഇതിനെ എഫ് ഓഫ് എസ് ആയിട്ട് എടുക്കും. അതിന്റെ ഇൻവേഴ്സ് കാണും. അതിന്റെ ഇൻവേഴ്സ് ഇതാണ്. അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് ഇതാണ്. അങ്ങനെയാണ് ഇതിനെ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഇൻവേഴ്സ് കാണാനായി എഫ് ടിയെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ടിയുടെ സ്ഥാനത്ത് യു ഇട്ടിട്ട് 0 to ടിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടും. ഇതിന്റെ ഇൻവേഴ്സ് കിട്ടും. ഇനി ഇതൊരു പ്രാവശ്യം കൂടെ, അപ്പം ഇതിന്റെയാണ് കിട്ടിയത്. നമുക്ക് ഇതിന്റെയാ കാണണ്ടേ. ഇതിനെ ഒരു പ്രാവശ്യം കൂടെ, ഇതിന്റെയാണ് കാണേണ്ടത്. ഇതിനെ ഒരു പ്രാവശ്യം കൂടെ ചെയ്താൽ മതി. അപ്പം ഇതിനെ നമ്മൾ എഫ് ഓഫ് എസ് ആയിട്ട് എടുത്തു. അതിന്റെ ഇൻവേഴ്സ് ഇത്. അപ്പം ഇതിനെ 1/s കൊണ്ട് ചെയ്യുന്നതിന് പകരം ഇതാണ് എഫ് ഓഫ് ടി. ഈ എഫ് ഓഫ് ടിനെ ഒരു പ്രാവശ്യം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്താണ്. അപ്പൊ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ദാറ്റ് മീൻസ് തന്നിരിക്കുന്ന ആദ്യത്തെ എഫ് ഓഫ് ടിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇത് കിട്ടും. പിന്നെ ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. 2 പ്രാവശ്യം. അപ്പൊ ഇത് കിട്ടും. ഹെൻസ് ദ റിസൾട്ട്. ഓക്കെ.